അങ്ങനെ വീട്ടിലെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയത് സൂ കാണാനാണ്. അത് ഇൻഡോർ സൂ ആണ്. ഷാർജയിൽ തന്നെ വരുന്നൊരു സ്ഥലമാണ്. ഡെസേർട്ട് പാർക്ക് സെൻറ്റർ അതാണ് ആ സ്ഥലം, അതിൻ്റെ പേര്. അവിടെ ജസ്റ്റ് 20 ദിറംസേ ഉള്ളൂ ടിക്കറ്റ്. അത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയിലിരുന്നാണ് ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. അപ് ടു 12 ഇയേഴ്സ് ഓൾഡ് വരെയുള്ള കുട്ടികൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അഡൽട്ട്സിന് മാത്രമാണ് പിന്നെ ചാർജസ് വരുന്നുള്ളൂ. അത് ജസ്റ്റ് ഓൺലി ഫോർ 20 ദിറം. അതിലെ ടൈം എന്ന് പറയുന്നത് അപ് ടു 6:30 വരെയേ ഉള്ളൂ അവിടെ. അത് സാറ്റർഡേ മാത്രമാണ് 6:30, ബാക്കി ദിവസങ്ങൾ 6 o'clock വരെയാണ്. ട്യൂസ്ഡേ അവിടെ ഓഫുമാണ് കേട്ടോ. പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇൻഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലൊന്നും കൊള്ളാതെ സുഖമായിട്ട് ഈസിയിൽ ഇങ്ങനെ നടക്കാം, കാഴ്ചകളൊക്കെ കാണാം. ബേബി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ ആൾ കുറച്ച് ടയേർഡായിരുന്നു. അവന് ഉറക്കവും കാര്യങ്ങളൊക്കെ വന്ന് ഉച്ച സമയം കൂടിയല്ലേ, അപ്പോൾ അവന് ഉറങ്ങുന്നൊരു സമയം ആയതുകൊണ്ട് ആൾ കുറച്ച് ടയേർഡായിട്ട് പപ്പയുടെ കൂടെ തന്നെയായിരുന്നു. പപ്പയുടെ പുറത്തും പപ്പയുടെ കയ്യിലൊക്കെ ആയിട്ട് നടന്നാണ് ആൾ കാഴ്ചകളൊക്കെ കണ്ടത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കാണാനും പറ്റി. നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് വരെ തൊടാനൊന്നിനും നമുക്ക് പറ്റില്ല. എല്ലാം ആ ഒരു ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിലാണ്. പക്ഷെ നമുക്ക് നല്ല ക്ലിയറായിട്ട് എല്ലാത്തിലും നല്ല നീറ്റായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ ചെല്ലുന്ന സമയം ഉച്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെയും എല്ലാ ആനിമൽസും ഉറക്കത്തിൻ്റെ ഒരു മൂഡിലായിരുന്നു. എല്ലാവരും ഭയങ്കര ശാന്തമായിട്ട് അനങ്ങാതെ കിടക്കുമായിരുന്നു. അത് വൈൽഡ് ആനിമൽസ് ആയാലും അങ്ങനെ തന്നെയായിരുന്നു. ചീറ്റയും ഇതൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര സൈലൻ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങുന്ന സമയമാണ് അവരുടെ. പക്ഷെ നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഞങ്ങൾ ടൈറ്റ്ലി ഷെഡ്യൂൾഡ് ആയിരുന്നു അന്ന്. ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഔട്ട്ഡോർ പോകാനുള്ളതുകൊണ്ട്. പിന്നെ അവിടെ ചെറിയൊരു ബേർഡ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. ഇതിൽ കുഞ്ഞ് ക്ലിപ്സ് ഇതിൽ വന്നിട്ടുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിൽ കാണാൻ. ഇതാണ് ഈ കാണുന്നതാണ് ഡൊമസ്റ്റിക് ഏരിയ ഫാം, കിഡ്സ് ഫാം എന്ന് പറഞ്ഞിട്ട്. അവിടെയും കുറച്ച് ബൈറ്റ്സ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അത് ഔട്ട്ഡോർ ആണേ. പക്ഷേ കണ്ടില്ലേ, മുകളിൽ നടക്കാൻ നമുക്ക് അത്ര വലിയ ചൂടൊന്നും എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് ഔട്ട്ഡോർ ആണ്, ഇൻഡോർ അല്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. സൂ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയത് പൂളിലാണ്. പൂളിൽ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂളിൽ പോയത്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ആയിട്ട്. ആക്ച്വലി ഒരു ഫസ്റ്റ് ടൈം കൂടിയാണ് അവനങ്ങനെ ഇറങ്ങുന്നത്. എപ്പോഴും കാണുമ്പോഴുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അവനെ ഇറങ്ങണം എന്ന്. സോ ഞങ്ങളതൊരു കുറേ നാളായിട്ടൊരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യമായിരുന്നു. സോ അത് അടിപൊളിയായിട്ട് ചേട്ടനും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അതിൽ ചെറിയ ക്ലിപ്സേ ഉള്ളൂ, കാരണം ഞങ്ങളെല്ലാവരും നല്ലോണം വെള്ളത്തിൽ എൻജോയ് ചെയ്യുമായിരുന്നു. സോ കുറച്ച് ക്ലിപ്സ് ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൂ. അടിപൊളിയായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നെക്സ്റ്റ് ചർച്ചിലോട്ടാണ്. ഒരു മാസ് പ്രയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പിന്നെ റൂമിലോട്ട് പോവുക ചെയ്ത്. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് പിരിഞ്ഞു. അങ്ങനെ പിന്നെ സൺഡേ എനിക്ക് വർക്കിങ്ങുമാണ്. അങ്ങനെ ജേഡൻ്റെ 3rd ബർത്ത്ഡേ നല്ല ഹാപ്പി ആയിട്ട് അവൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ്റെ കൂടെ ഫുൾ ഡേ ഞങ്ങൾ നല്ലോണം സ്പെൻഡ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളും അവനും. മാസൊക്കെ കൂടി നല്ല ഹാപ്പി ആയിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.